അപ്രതീക്ഷിതമായിരുന്നു മെയ് 6 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹൂത്തികളുമായുള്ള വെടിനിർത്തൽ. 2 മാസം നീണ്ട കടുത്ത ബോംബിങ്ങിന് ശേഷമായിരുന്നു ട്രംപിന്റെ ആ പ്രഖ്യാപനം. ഒമാനാണ് ഇരു കൂട്ടരുമായും ചർച്ച നടത്തി വെടിനിർത്തൽ സാധ്യമാക്കിയതെന്നായിരുന്നു അന്ന് പുറത്തുവന്ന വിവരങ്ങൾ. എന്നാൽ അമേരിക്കയും ഹൂത്തികളും തമ്മിലുള്ള വെടിനിർത്തലിന് പിന്നിലെ സൗദി അറേബ്യയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ഹൂത്തികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിൽ നിർണായകമായത് സൗദിയുടെ സമ്മർദ്ദമാണ് എന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ എന്ന മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് 2024 യമനിൽ ബോംബാക്രമണം ആരംഭിക്കുന്നത്. അതിനുശേഷം അധികാരത്തിലേറിയ ട്രംപ് മാർച്ച് 15 മുതൽ വൻതോതിലുള്ള ആക്രമണത്തിനായിരുന്നു തുടക്കമിട്ടത്. സൗദി തുടക്കം മുതൽക്കേ അതിനെതിരെ സമ്മർദ്ദവും ചെലുത്തിയിരുന്നു. എന്നാൽ അത് ഫലം കണ്ടത് കഴിഞ്ഞ ആഴ്ചയാണ്. കൃത്യമാക്കിയാൽ ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തൊട്ടു മുൻപുള്ള ആഴ്ച. യമനിൽ ആക്രമണം തുടരുമ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് സൗദിയിലെത്തുന്നത് തീ കൊണ്ടുള്ള കളിയായിരിക്കുമെന്ന മുന്നറിയിപ്പ് സൗദി ഭരണകൂടം നൽകിയിരുന്നു എന്നാണ് വിവരം. അത് വല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുമെന്നും സൗദി അറിയിച്ചിരുന്നു. പിന്നാലെയാണ് മെയ് 6 പൊടുന്നനെ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നും പറയുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് ഐ. അതേസമയം മെയ് 12 ന്യൂയോർക്ക് ടൈംസ് മറ്റൊരു റിപ്പോർട്ടും പുറത്തുവിട്ടിരുന്നു. യമനിലെ ഹൂത്തി സംഘത്തെ തകർക്കാനാണ് ആക്രമണം ആരംഭിച്ചതെങ്കിലും അവരെ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിച്ചിരുന്നില്ല എന്നായിരുന്നു ആ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നത്. അമേരിക്കയുടെ സൈനിക ഓപ്പറേഷൻ യമനിൽ പരുങ്ങലിലാണെന്നും അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്ക ആക്രമണം ആരംഭിച്ചതോടെ ഹൂത്തി സംഘം അവരുടെ എല്ലാ വിഭവങ്ങളും ഭൂഗർഭ അറകളിലേക്ക് മാറ്റി. അതോടെ യമനിൽ പല നാശനഷ്ടങ്ങൾ വരുത്താനായെങ്കിലും ഹൂത്തികളുടെ സൈനിക ശേഷിയെ തൊടാൻ പോലും അമേരിക്കയ്ക്ക് സാധിച്ചില്ല. അതാണ് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് കാരണമായതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ ആ റിപ്പോർട്ട്. ഹൂത്തികൾക്കെതിരെ 8 മുതൽ 10 മാസം വരെ നീണ്ടു നിൽക്കുന്ന സൈനിക ക്യാമ്പയിനായിരുന്നു അമേരിക്കൻ സൈന്യം പദ്ധതിയിട്ടത്. എന്നാൽ ട്രംപ് നൽകിയത് 30 ദിവസത്തെ സമയം. 1 മാസം പിന്നിട്ടപ്പോൾ അവലോകനം നടത്തുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ ഹൂത്തികൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കാൻ സൈന്യത്തിനായിട്ടില്ല എന്നതായിരുന്നു വിലയിരുത്തൽ. അതുമല്ല, അമേരിക്കയ്ക്ക് കാര്യമായ നാശനഷ്ടമുണ്ടാക്കുന്ന പ്രത്യാക്രമണങ്ങൾ ഹൂത്തികൾ നടത്തുകയും ചെയ്തു. അതാണ് ട്രംപിന്റെ വെടിനിർത്തലിന് പിന്നിലെന്നും സൂചനകളുണ്ട്. 250 കോടി രൂപ വില വരുന്ന അമേരിക്കയുടെ 7 MQ-9 ഡ്രോണുകൾ, F-16, F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ എന്നിവയും ഹൂത്തികൾ ആക്രമിച്ചിരുന്നു. യമനിലെ ആക്രമണങ്ങൾ തുടർന്നാൽ അമേരിക്കയ്ക്ക് ഇനിയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കുമെന്ന ബോധ്യവും വെടിനിർത്തലിന് കാരണമായതായി സൂചനകളുണ്ട്. സൗദിയുടെ സമ്മർദ്ദവും യമനിലുണ്ടായ നാശനഷ്ടവും അമേരിക്കയെ വെടിനിർത്തലിലേക്ക് നയിച്ചിരിക്കാം. എന്നാൽ അതിന് മറ്റൊരു രാഷ്ട്രീയപരമായ മാനം കൂടിയുണ്ട്. അത് ഇസ്രായേലുമായുള്ള ബന്ധം സംബന്ധിച്ചാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്ന ഭരണാധികാരിയായിട്ടായിരുന്നു ട്രംപ് വിലയിരുത്തപ്പെട്ടിരുന്നത്. എന്നാൽ അടുത്തിടെ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഹൂത്തികൾക്കെതിരായ വെടിനിർത്തൽ അതിന്റെ ഉദാഹരണം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. യമനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെയാണ് ട്രംപ് പെട്ടെന്നൊരു ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. തീരുമാനം നെതന്യാഹുവിനെ പോലും അറിയിക്കാതെ ആയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ നിലപാടുകൾ ഇനി മുതൽ ഇസ്രായേലുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ട എന്ന തരത്തിലേക്കും ട്രംപ് എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇത് കാലങ്ങളായി നെതന്യാഹുവിന് ലഭിച്ചിരുന്ന അമേരിക്കയുടെ നിരുപാധിക പിന്തുണയ്ക്കേൽക്കുന്ന തിരിച്ചടിയായിട്ടാണ് അന്താരാഷ്ട്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിൽ ഇസ്രായേൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും ആ ഒരു വാദത്തെ സാധൂകരിക്കുന്ന വസ്തുതയാണ്.